വി ഡി സതീശന്റെ പ്രതികരണത്തിനായി ശ്രമിക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. വി ഡി സതീശൻ ഒന്നും മിണ്ടാതെ പോവുകയാണ്. നമ്മളത് ഒരിക്കൽ കൂടി നോക്കി, ഒന്നും മിണ്ടിയിട്ടില്ല. തുടരാം റോഷിപാൽ. സുജയ, രാഹുലിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇന്നലെ വൈകിട്ടാണ്. അത് നേരിട്ടല്ല, എന്നാൽ പോലും അത് ആർക്കെതിരെയാണെന്ന് കൃത്യമായി ആ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോഴും ലൈവില് തിരിച്ചു ലൈവ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വേണ്ടതാണ്. കാരണം ഇത്രയും ശക്തമായ തെളിവുകളോടെ ആരോപണം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് വി ഡി സതീശൻ മിണ്ടുന്നില്ല? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് എത്ര കാലം കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ചു നിർത്താൻ കഴിയും വി ഡി സതീശന്? വി ഡി സതീശനുമായി ഇതിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ടീമിൽ നിന്ന് പുറത്തായോ എന്ന ഒരു ചോദ്യം കൂടി നിൽക്കുകയാണ്. കാരണം സതീശന്റെ ഒരു ശരീരഭാഷ കടുത്ത അതൃപ്തിയുടേതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൃപ്തനായി സതീശൻ, എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുമില്ല. രാഹുലിനെതിരായ ആരോപണത്തിൽ അതൃപ്തിയിലാണ് വി ഡി സതീശൻ എന്ന് വ്യക്തമാക്കുന്ന ഒരു ശരീരഭാഷയാണ് അദ്ദേഹത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. ടി വി പ്രസാദ് കൂടി നമുക്ക് പോകുന്നുണ്ട്. ടി വി പ്രസാദ്, പ്രതിപക്ഷ നേതാവാണ് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട്, പ്രത്യേകിച്ചും സ്ത്രീകളാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. ശബ്ദ സംഭാഷണമടക്കം നമ്മൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി രക്ഷിക്കാനാവില്ല. പക്ഷേ എന്തുകൊണ്ട് പുറത്താക്കാൻ വൈകുന്ന ഓരോ മിനിറ്റും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടല്ലേ പ്രസാദ്? ചെറിയ നാണക്കേടല്ല, വലിയ നാണക്കേടാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, വി ടി ബൽറാം തുടങ്ങിയ യുവ നേതാക്കളുമാണ്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു പോയതും. ഇന്നലെ യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ അക്കാര്യത്തിൽ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായതാണ്. അതായത് സംസ്ഥാനത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ട് പോലും അതിലൊരു തീരുമാനമോ ഒരു ഇടപെടലോ ഒരു നടപടിയോ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ അത് വി ഡി സതീശനാണ്. ഇന്നിപ്പോൾ രാവിലെ അവർ എന്തുകൊണ്ട് ആരെയാണോ രാഹുൽ ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത്? സൗന്ദര്യമുള്ളതിന്റെ ജാട, ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ ജാട, സുന്ദരിമാരെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കോഴിത്തരം പുറത്തെടുക്കുന്നുണ്ട് ഈ ചാറ്റിൽ എന്ന് വ്യക്തമാണ്. പ്രസാദ്, നമ്മളിപ്പോൾ ഒരു ചാറ്റ് കുഞ്ഞനിയൻ എന്നൊക്കെ പറയുന്നു, അനിയനൊന്നുമല്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഒരു സംഭാഷണം ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്, താൻ മുടിഞ്ഞ ഗ്ലാമർ അല്ലേ എന്നൊക്കെ. ഇതുപോലെ എല്ലാ ഇൻബോക്സിലും കയറി ചെല്ലുന്ന ഒരാളാണോ ഇയാൾ? ടി വി പ്രസാദ്, ആ ഒരു ചാറ്റ് വിവരമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. സുജിയ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭാഷണം, നേരത്തെ നമ്മൾ പുറത്തുവിട്ട ആ ഫോൺ സംഭാഷണത്തിലെ മാധ്യമപ്രവർത്തകയായ യുവതിയുമായുള്ള ചാറ്റാണ്, ടെലിഗ്രാം ചാറ്റാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ ടെലിഗ്രാം ചാറ്റ് കൂടാതെ വേറെയും ഒരുപാട് ടെലിഗ്രാം ചാറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ വേറെയും ഒരുപാട് വാട്സപ്പ് ചാറ്റുകളുണ്ട് എന്നുള്ളതാണ് ആ യുവതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് പ്രസാദ്? നോക്കൂ, ഞാൻ എത്ര ദിവസമായി നമ്പർ ചോദിക്കുന്നു, നമ്പർ കൊടുത്തിട്ടില്ല ആ ചാറ്റിന് മറുതലക്കിലുള്ള ആൾ. അതാണ് സുജിയ, ആ ചാറ്റിലെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം. ഈ പറയുന്ന ഈ സംഭാഷണത്തിന്റെ എത്രയോ മുമ്പാണ് ഈ ചാറ്റ് നടന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു വന്നത് സുജിയ, ഇത് കൂടാതെ നമ്മൾക്ക് കിട്ടാത്ത ഒരുപാട് ചാറ്റുകളും വേറെയും ഒരുപാട് ശബ്ദ സംഭാഷണങ്ങളും ഫോൺ റെക്കോർഡിങ്ങുകളും ആ പെൺകുട്ടിയുടെ കയ്യിൽ, ആ യുവതിയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ചാറ്റിന്റെ വിശദാംശം പരിശോധിച്ചാൽ നമുക്ക് ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. ഒരുപക്ഷെ ഈ ചാറ്റാണ് ആദ്യം പുറത്ത് നമ്മൾ വിട്ടിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളുമായിരുന്നു. പക്ഷേ ശബ്ദ സംഭാഷണം, അവരുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടി ഈ ചാറ്റിന്റെ ആധികാരികത അത് അല്ല എന്ന് പറയാൻ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുകയുമില്ല. ഉറപ്പായും ഇനിയിപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് രാജിവെക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇന്ന് തന്നെ അതുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് സുജിയ, ഇങ്ങനെ ഒരു ജനപ്രതിനിധി ഇനി തുടരുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ രാവിലെ കണ്ടതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവരുടെ സംസ്ഥാന നേതാക്കളായ യുവതികൾ ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടിയന്തര നടപടി വേണമെന്ന ഹൈക്കമാൻഡിനോട് രമേശ് ചെന്നിത്തല. നടപടി വൈകുന്നത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കൊപ്പം റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു അപകടം അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു എന്ന് തന്നെയല്ലേ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്?
സുജയ പാർവതി, രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സംസാരിച്ചു. നിലവിൽ എത്രയും പെട്ടെന്ന് നടപടി വന്നില്ലെങ്കിൽ അത് പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കും, പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കും. അതുകൊണ്ട് ഇനി നടപടി വൈകരുതെന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും. ഇനി പ്രവർത്തകരൊക്കെ അത് പരസ്യമായി തന്നെ രാഹുലിനെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കാര്യങ്ങൾ വഷളാക്കരുതെന്ന ഒരാവശ്യം, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നേതാക്കളൊന്നാകെ ഹൈക്കമാൻഡ് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി ഏതു തരത്തിലുള്ള നടപടിയാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് ടെലിഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള വിവരങ്ങൾ, അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നടപടിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിന് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നിർദ്ദേശം ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഇന്ന് ഉടൻ തന്നെ ഒഴിയാൻ പോകുന്നു എന്നല്ലേ കരുതേണ്ടത്? സുജയപർവതി, അങ്ങനെയാണ്. അത് ഹൈക്കമാൻഡ് നിർദ്ദേശമാണ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്കത്ത് കൈമാറേണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനും ആ നിർദ്ദേശം നൽകി. പക്ഷേ അവിടെ കൂടി ഇത് അവസാനിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നേരത്തെ രാഹുലിനെതിരെ ഒരു പെൺകുട്ടി ഉയർത്തിയ ആരോപണമാണ്, സംഘടനയ്ക്കകത്ത് നിന്ന് വന്ന പരാതികളാണ്. പക്ഷേ ഇപ്പോൾ അതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരിക്കുന്നു. അതും അതീവ ഗൗരവമായ ഒരു കുറ്റകൃത്യമാണ്. ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതിന്റെ തെളിവായി ശബ്ദം പുറത്തു വന്നിരിക്കുന്നു. ആ പെൺകുട്ടി, ആ യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദമാണ് പുറത്തു വന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാത്രം മാറ്റിയാൽ ഈ പ്രശ്നം അവസാനിക്കുമോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് കടുത്ത നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് പാർട്ടിക്കകത്ത് തന്നെ. അവർ പരസ്യമായി തന്നെ ഒന്നൊന്നായി പുറത്തു വരുന്ന അല്പം മുമ്പ് KSU സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സമാനമായി കൂടുതൽ നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെ ഒക്കെ നേതാക്കൾ രംഗത്ത് വരാനുള്ള സാധ്യത കൂടി കോൺഗ്രസ് നേതൃത്വം മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഇത് പൊതുവിടത്തിൽ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. പാർട്ടിക്ക് ഒരുപക്ഷെ പരിഹരിക്കാൻ പറ്റാത്ത അപകടത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കും ഇനിയും നടപടി സ്വീകരിക്കാൻ വൈകിയാൽ എന്ന മുന്നറിയിപ്പാണ് നേതാക്കളൊന്നാകെ നൽകുന്നത്. സൂര്യ, നമുക്കൊപ്പം TV പ്രസാദ് തുടരുകയാണ്. TV പ്രസാദ്, ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ അത് ഓരോന്നായി ആ മുഖം മൂടി വലിച്ചു കീറുകയല്ലേ? ഉറപ്പായും ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ സുജിയ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇന്ന് തന്നെ രാജിവെക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതായത് പുറത്താക്കുന്നതിന് മുമ്പ് രാജി എന്നുള്ളതായിരിക്കും ഉറപ്പായും ചെയ്യാനുള്ള സാധ്യത. അതിനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ഉയരുന്നത്, ഇങ്ങനെ ഒരാൾക്ക് ജനപ്രതിനിധിയായി, പ്രത്യേകിച്ച് MLA ആയി തുടരാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസ് അരയും തലയും മുറുക്കി വലിയ രീതിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഒരു കനത്ത തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രൂപത്തിൽ കോൺഗ്രസിന്റെ തലയിലേക്ക് ഒരു ഇടുത്തി വീഴാൻ പോകുന്നത്. ആ വീഴുന്ന ഇടുത്തി ഒന്ന് തടഞ്ഞു നിർത്തണമെങ്കിൽ സ്വാഭാവികമായും അതിലൊരു കരുത്തുറ്റ നടപടി പാർട്ടി എടുത്തു എന്ന് സമൂഹത്തെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ആ പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് ഈ ഒരു വിഷയം വെച്ച് ആകെ ഒരു നാറ്റക്കേസ് എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഉറപ്പായും മറ്റൊരു ആലോചന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജനപ്രതിനിധി എന്ന സ്ഥാനത്ത് അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ പെട്ടെന്ന് സംഘടനാ നടപടി പോലെ എടുക്കേണ്ട തീരുമാനമല്ല. കൂടിയാലോചനകൾ ഒരുപാട് വേണ്ടിവരും. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ചയിൽ LDF സർക്കാർ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ വെറും 6 or 7 പുറത്തു വന്നിട്ടുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റുമോ? KPCC ചർച്ചകളുണ്ടോ? കാത്തിരിക്കാൻ പറയുന്നു KPCC അധ്യക്ഷൻ VD സതീശന്റെ മുഖത്ത് കണ്ട ഒരു ടെൻഷനൊന്നും നമ്മൾ സണ്ണി ജോസഫ് MLA KPCC അധ്യക്ഷനിൽ നമ്മൾ കാണുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉറപ്പായിരിക്കുന്നു എന്ന് തന്നെ കരുതാം. വെയിറ്റ് ആൻഡ് സീ എന്നാണ് സണ്ണി ജോസഫ് MLA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അടിയന്തര നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിരിക്കുന്നു. VD സതീശൻ പ്രതികരിക്കും, പക്ഷേ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് പോയ VD സതീശൻ എപ്പോഴാണ് കാണുക എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. കാണുമ്പോൾ പറയാനൊരു മറുപടി അധ്യക്ഷ സ്ഥാനത്ത്